ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മലർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ അച്ചാമ്മ പോകാനൊരുങ്ങുന്ന സമയത്ത് ശ്രുതിക്കും വർഷയ്ക്കും ശ്രീകാന്തിനെല്ലാം തന്നെ അനുഗ്രഹം നൽകുന്നുണ്ടല്ലേ. ഈ ഒരു സമയത്ത് സച്ചി പറയുകയാണ്, അച്ചാമ്മയുടെ അനുഗ്രഹം എന്നും ഞങ്ങൾക്ക് കൂടെയുണ്ട്, പിന്നെ ഒരു കാശിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അനുഗ്രഹത്തിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറയുന്നതാണല്ലേ. അതിനുശേഷം ശ്രുതിനെ ചേർത്ത് നിർത്തിയിട്ട് അച്ചാമ്മ പറയുന്നുണ്ട്, മോളെ ഒരു മരുമകൾ എങ്ങനെയാവണമെന്ന് നീ ഒരിക്കലും ചന്ദ്രയെ കണ്ട് പഠിക്കരുത്, ദേവതയെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ ചന്ദ്ര ചെയ്യുന്ന തെറ്റുകൾ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അച്ചാമ്മ സംസാരിക്കുന്ന നേരത്ത് ചന്ദ്ര രവിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ ഇത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്ന എന്നെ പറ്റി ഒന്ന് നിർത്താൻ പറയുന്നുണ്ടോ എന്നൊക്കെ പതുക്കെ സ്വകാര്യത്തിൽ പറയാണ്ട്. ഈ സമയത്ത് അച്ചാമ്മ പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്ര എൻ്റെ മോൻ്റെ ചെവിയുടെ ചോട്ടിൽ നിന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കറിയാം നീ എന്താ പറയുന്നത് എന്നൊക്കെ അച്ചമ്മ പറയുമ്പോഴത്തേക്കും, അല്ല അമ്മയ്ക്ക് പോവാറായില്ലേ എന്നാണ് ഞാൻ രവിയേട്ടനോട് ചോദിച്ചതെന്ന് ചന്ദ്ര പറയാണ്ട്. ഈ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞതെന്നൊക്കെ എനിക്കറിയാം, എനിക്ക് പോകേണ്ട സമയമാകുമ്പോൾ എനിക്കറിയാം, ഞാൻ ബസ്സിന് കയറി പോയിക്കോളാം എന്നൊക്കെ അച്ചമ്മ പറയുകയാണ്. അതിനുശേഷം വർഷയോടും രേവതിയോടും ശ്രുതിയോടുമായിട്ട് നിങ്ങൾ 3 പേരും എന്നും ഒരേപോലെ സ്നേഹത്തോടുകൂടി നിൽക്കണം, ഒരിക്കലും തമ്മിൽ പിരിയരുത് എന്നൊക്കെ പറയാണ്ട് അച്ചമ്മ. പിന്നീട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ നീ നിന്റെ 3 മരുമക്കളെ ഒരേ രീതിക്ക് തന്നെ കാണണം, നിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നൊക്കെ അച്ചമ്മ പറയാണ്. ഇതൊന്നും തന്നെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. പോകാൻ നേരത്ത് വീട്ടിലേക്ക് വരണം, കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാനായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് അച്ചമ്മ അവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ സച്ചിയാണ് അച്ചമ്മയെ കൊണ്ടേക്കാനായിട്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്ന രാത്രി ആവുന്ന നേരത്ത് രവിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലുമായിട്ട് വരികയാണ് ചന്ദ്ര. ഈ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഒരു മാറ്റമൊക്കെ, നിനക്കെന്നെ എന്നോട് സ്നേഹം കൂടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് ഞാൻ കാരണമാണ് നിങ്ങൾക്ക് അസുഖം വന്നതെന്ന്, നിങ്ങൾ നോക്കുന്നില്ല എന്നല്ലൊക്കെ പരാതി, അതുകൊണ്ട് നിങ്ങൾ ഈ പാല കുടിച്ചാട്ടെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ചന്ദ്ര ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നത്. ഈ സമയത്ത് രവി നിനക്ക് ലീവ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അച്ഛാ എനിക്ക് ലീവൊക്കെ കിട്ടും എന്നൊക്കെ ശ്രുതി പറയുകയാണ്. ചന്ദ്ര ആണെങ്കിൽ ഒരു ആക്കി സംസാരത്തോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. ശ്രുതി ആണെങ്കിൽ അടുക്കളയിട്ട് പോയതിന് തൊട്ടുപുറകെ തന്നെ ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതിയോടാണെങ്കിൽ ലീവ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, പിന്നല്ലാതെ അവക്കടെ ബ്യൂട്ടി പാർലർ അല്ലേ, അവർക്ക് ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്, ഒരു ദിവസം ലീവ് എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ശ്രുതി മോളെ അമ്മ ഒരു ദിവസം ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നുണ്ട്, അമ്മയ്ക്കൊന്ന് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വേണം നാട്ടിലേക്ക് പോകാൻ എന്നൊക്കെ പറയുകയാണ്. പിന്നെ നിന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിലിനേക്കാൾ കൂടുതലാണ് അവിടുത്തെ വെയിലെന്നാണല്ലോ, ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി ചന്ദ്രയുടെ വായടയ്ക്കാണ്. അപ്പോൾ ഇവർ തമ്മിലാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വർഷ മുകളിലത്തെ നിന്ന് കൊതുകിനെ കൊന്നുകൊണ്ട് കൊതുകുമാറ്റി വീശിക്കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടോപ്പാണ്, മുട്ടിന് മുകളിലേക്കാണ് കേട്ടോ അതിൻ്റെ ഇറക്കം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇറങ്ങി വരുന്ന സമയത്ത് രവി ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും തല താഴ്ത്തി നിൽക്കുകയാണ്. അപ്പം തന്നെ ശ്രുതി ചന്ദ്രയുടെ ആയിട്ട് പറയുന്നുണ്ട്, അമ്മ നോക്കമ്മ എന്ന് പറയുമ്പോഴത്തേക്കും വർഷ കൊതുകിനെ കൊന്നുകൊണ്ട് ഇറങ്ങി വരുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്ര ഓടി ചെല്ലുകയാണ് വർഷയുടെ അടുത്തേക്ക്. വർഷയാണെങ്കിൽ കൊതുകിനെ ചാടി പിടിച്ചൊക്കെയാണ് കേട്ടോ കൊല്ലുന്നത്. അപ്പം ചെറുതായിട്ട് ടോപ്പൊക്കെ പതുക്കെ പൊങ്ങിയൊക്കെ പോകുന്നുണ്ട്. അപ്പം ഈ ഒരു സമയം തന്നെയാണ് നമ്മുടെ ശ്രുതി വെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ട് വെള്ളം എടുത്തതിന് ശേഷം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. വർഷയുടെ ഈ ഒരു ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേക്ക്, ഈ പെണ്ണെന്ന് ഇങ്ങനെ ഡ്രസ്സ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷയെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്താണ് ശ്രുതിയെ കാണുന്നത് കേട്ടോ. വേഗം തന്നെ ശ്രുതി പറയുന്നത്, അല്ല ബോട്ടിൽ വെള്ളം നിറഞ്ഞില്ല എന്ന് തോന്നുന്നു, ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചമ്മിക്കൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി വീണ്ടും അടുക്കളയിലേക്ക് കയറി പോവാണ്. വേഗം തന്നെ ചന്ദ്ര വർഷയോടായിട്ട്, മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, കണ്ടില്ലേ ആൻറ്റി കൊതുകിനെ കൊല്ലുകയാണ്, ഈ കൊതുക് അടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്ന് പറഞ്ഞുകൊണ്ട് കൊതുകിനെ വീഴ്ച അടിച്ചുകൊണ്ട് നമ്മുടെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേഗം തന്നെ ചന്ദ്ര വർഷയെ തടഞ്ഞു നിർത്തുകയാണ്. മോളെ നീ ഇനി അങ്ങോട്ടേക്ക് പോവല്ലേ, അദ്ദേഹത്തിന് 1ാമത് അറ്റാക്ക് വന്നിരിക്കുകയാണ്, നീ ഇനിയും അങ്ങോട്ടേക്ക് മുന്നോട്ട് കയറി പോവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം ഡ്രസ്സിങ്ങിനൊന്ന് ചേഞ്ച് ഒക്കെ ചെയ്യണമെന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന സമയത്ത് വർഷ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. പിന്നീട് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്, ചിലപ്പോൾ നിനക്ക് ഇതൊരു കംഫർട്ട് ആയിരിക്കാം, പക്ഷേ കാണുന്നവർക്കൊരു ഇതൊരു അത്ര വലിയ കംഫർട്ടായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അപ്പൊ ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രേവതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. രേവതി ആണെങ്കിൽ വർഷയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നീ മിണ്ടായിരിക്കും രേവതി, നീ ഇവളെയും കുട്ടികളെ എങ്ങോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുകയാണ്. എന്നിരുന്നാലും രേവതി വർഷയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, വർഷയെ ഈ ഒരു ഡ്രസ്സിങ് നിനക്ക് ഈ ഡ്രസ്സൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട്, ചിലപ്പോൾ ഇതായിരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും, പക്ഷെ ഒരു കൂട്ടുകുടുംബമായി ജീവിക്കുന്ന സമയത്ത് ഇങ്ങനത്തെയുള്ള ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ അച്ഛനുണ്ട്, അച്ഛനൊക്കെ പ്രായമായവരല്ലേ, അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നൊക്കെ വർഷയോട് രേവതി പറയുമ്പോഴത്തേക്കും, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഇടാറുള്ളത്, എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വർഷയെ തിരിച്ച് മറുപടി പറയുന്നുണ്ട്.
അപ്പൊ തന്നെ രേവതി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയെ പറഞ്ഞു മനസ്സിലാക്കിയാണ്. രേവതിയുടെ സംസാരത്തിലൂടെ വർഷയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുകയാണ്. വർഷയാണെങ്കിൽ രേവതിയുടെ പറഞ്ഞുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് ചെന്നതിന് ശേഷം ആ ടോപ്പിന്റെ ഇടയിൽ ഒരു പാൻറ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇതിനിടയിൽ തന്നെ നമ്മുടെ ശ്രുതി വീണ്ടും വെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി ആണെങ്കിലോ ശ്രുതിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും കേട്ടോ. ശ്രുതിയാണെങ്കിലും ശ്രുതിനോട് കയറി പോകുകയും മുറിയിലേക്ക് കയറി പോകുന്നു പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചതിനെ മുറിയിലേക്ക് കയറ്റി വിടുകയാണ്. പിന്നീട് നമ്മുടെ രേവതിയുടെ നിർബന്ധപ്രകാരം വർഷ മുകളിലത്തെ നിലയിൽ ചെന്ന് ആ ടോപ്പിനിടയിൽ ഒരു പാനും കൂടി ഇട്ടുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും രവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ചന്ദ്രടായിട്ട് പറയുകയാണ്, അമ്മ പറഞ്ഞിട്ട് കേട്ടില്ല, പക്ഷെ ഇതേ രേവതി പറഞ്ഞപ്പോൾ അവൾ അതുപോലെ തന്നെ അനുസരിച്ചു എന്ന് പറയുകയാണ്. വർഷ വന്നതിന് ശേഷം പറയുന്നുണ്ട്, രേവതി ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഡ്രസ്സ് ഇടുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കംഫർട്ട് ആയില്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നേരം പുലർന്നു വരുന്ന സമയത്ത് നമ്മുടെ രേവതി തുണി അലക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു സമയം തന്നെ ചന്ദ്ര തന്റെ അലക്കുവാനുള്ള ഡ്രസ്സുകളെല്ലാം തന്നെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ശ്രുതിയുടെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നാളെ ശ്രുതിക്ക് ഷോറൂമിൽ ഇട്ടുകൊണ്ട് പോകേണ്ട ഡ്രസ്സാണ് ഇത് നീ ഒന്ന് അലക്കണം, എനിക്ക് ഇന്ന് അലക്കാൻ സമയമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, നിന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കാർ ഷോറൂമിലല്ലേ, അവിടെ വരുന്നവർ കാണുന്നത് കാറാണ്, അല്ല നിന്റെ ഹസ്ബൻഡിന്റെ ഡ്രസ്സിലേക്കാണ് അവർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നൊക്കെ രേവതി തക്കതായ മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം പറയാണ്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഡ്രസ്സുകളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇടപെടുകയില്ല, അതെല്ലാം നീ തന്നെ ചെയ്തോളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നത്, നീ തർക്കുത്തരം പറയാറായോ, ഈ വീട്ടിലെ മൂത്ത മകനാണ് ശ്രുതി, അവനാണ് ഏറ്റവും കൂടുതൽ പഠിപ്പുള്ളത്, നിന്റെ ഹസ്ബൻഡിനെ പോലെ വണ്ടി ഓടിക്കാൻ പോകുന്നതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയുന്ന സമയത്ത്, അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നാണ് അമ്മ തന്നെ തുണി ഇളക്കിയിട്ടോളാനായിട്ട് രേവതി പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയാൻ, നിനക്ക് നാട്ടിന് കുറച്ച് നീളം കൂടി വരുന്നുണ്ട് രേവതി, അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി ഇത് വലിയ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. രേവതി ശ്രുതിയുടെ ഡ്രസ്സ് അലക്കുന്നില്ല എന്ന നിർബന്ധത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വർഷ എന്നിട്ട് ഡ്രസ്സ് അലക്കുവാനായിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്താണ് ഒരു ബക്കറ്റ് നിറച്ച് തുണിയിരിക്കുന്നത് കാണുന്നത്. അത് കാണുന്നത് വർഷ പറയാണ്, എന്റെ രേവതി ചേച്ചി എന്തോരം ഡ്രസ്സുകൾ അലക്കാൻ നിൽക്കുന്നത്, അമ്മയ്ക്കൊന്ന് രേവതി ചേച്ചിനെ സഹായിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാനോ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. വേഗം തന്നെ വർഷ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ പണിക്ക് പോകുന്നതാണെന്ന് അമ്മ പറഞ്ഞല്ലോ, രേവതി ചേച്ചിനെ പോലെ തന്നെ വീട്ടിൽ നിൽക്കുന്നല്ലേ അമ്മയും, അപ്പൊ അമ്മയ്ക്കും കൂടെ രേവതി ചേച്ചിനെ സഹായിച്ചുകൂടെ, അതാമത്തെ വേഗം പണികളൊക്കെ ഒതുങ്ങുമല്ലോ എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും ചന്ദ്രക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനാകുന്നില്ല. കാരണം വർഷ ഒരു പണക്കാരനായ വ്യക്തിയുടെ മകളാണല്ലോ, അതുകൊണ്ട് തന്നെ തിരിച്ചെന്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ വർഷ അവിടെ നിന്ന് പോകുമ്പോ എന്നുള്ള കാരണം ചന്ദ്ര പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ലേ. അതിനുശേഷം വർഷ പറയുന്നുണ്ട്, ഇവിടെ ഒരു സർവന്റിനെ വെക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, നേരത്തെ ഇവിടെ സർവന്റ് ഉണ്ടായിരുന്നു, ഞാൻ വന്നതിന് ശേഷം അവരെ പറഞ്ഞു വിട്ടു എന്നൊക്കെ രേവതി പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വർഷ പറയുന്നത്, എന്നാലും രേവതി ചേച്ചി എന്തൊക്കെ ജോലികളെ ചെയ്യുന്നു, ഒരു പ്രതിഫലം പോലും വാങ്ങുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സെന്റിമെന്റ്സ് ആയിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം രേവതിയുടെ അവിടെ നിൽക്കാനായിട്ട് വർഷ പറയുകയാണ്. ഇവര് തമ്മിലുള്ള സംഭാഷണം കാണുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ചന്ദ്രക്കും തീരെ പിടിക്കുന്നില്ല. കാരണം ഇരുവരും തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ തമ്മിൽ പിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തോടുകൂടി നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്രയും. ഇതേ സമയം മുകളിലത്തെ നിലയിലേക്ക് പോയി വർഷ തിരികെ താഴത്തേക്ക് ഇറങ്ങുന്നതിന് ശേഷം രേവതിയുടെ കയ്യിലേക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പറയാണ്, രേവതി ഇത് കയ്യിൽ വെച്ചോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വേണ്ട എന്ന് രേവതി പറയുന്നുണ്ട്. എന്നിരുന്നാലും വർഷ നിർബന്ധിച്ച് തന്നെ രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഒരു വേലക്കാരി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ശമ്പളം കൂടുതൽ മേടിച്ചേനെ, ചേച്ചി ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുകൊണ്ട് ചേച്ചിയുടെ കയ്യിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല, നല്ല കാര്യമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വർഷയെ പൈസ കൊടുക്കുന്നത്. നമ്മുടെ ചന്ദ്രയും ശ്രുതി ആവട്ടെ ഈ ഒരു കാഴ്ച കൊണ്ടുകൊണ്ട് ആകെ സന്തോഷത്തിൽ നിൽക്കാണ്ട്. കാരണം രേവതി ഒരു വേലക്കാരി എന്ന നിലയിലേക്ക് തന്നെ വർഷ താത്തിക്കെട്ടിയല്ലോ എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഇരുവരും നിൽക്കുന്നത്. രേവതിയാണെങ്കിലും ആകെ സങ്കടത്തോടെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.